നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം അസ്ട്രോ ന്യൂമറോളജിയാണ്. 2026 ഫലപ്രവചനമാണ്. ഓരോ ലക്കി നമ്പർ വെച്ചിട്ടുള്ള ഫലപ്രവചനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 7, 8 ആൻഡ് 9. ലക്കി നമ്പർ 7, 8 ആൻഡ് 9 ഈ 3 നമ്പേഴ്സിൻ്റെ നമ്മൾ 2026 ഫലപ്രവചനമാണ് നടത്തുവാൻ പോകുന്നത്. അപ്പം ലക്കി നമ്പർ 7 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിലെ 7-ാം തീയതി, 16-ാം തീയതി, 25-ാം തീയതി ജനിച്ച വ്യക്തികളുടെ എല്ലാം ലക്കി നമ്പർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പം 7-ാം തീയതി, 16-ാം തീയതി, 25-ാം തീയതി ജനിച്ച വ്യക്തികളുടെ 2026 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 2 + 2 + 6 = 10. 0 നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ 2026 ഇയറിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ 1ഉം 7ഉം തമ്മിലാണെങ്കിൽ വലിയ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബന്ധമാണുള്ളത്. അപ്പം ബാക്കിയുള്ള സംഖ്യകൾ 9 പോലെയോ അല്ലെങ്കിൽ 1 പറയുന്നയോ 3 പറയുന്നയോ 4 പറയുന്ന സംഖ്യകൾ പോലെ അത്രത്തോളം ഒരു മാച്ചിങ് അല്ല. എങ്കിൽ പോലും തീർച്ചയായിട്ടും 1ന് 7 എന്ന് പറയുന്ന സംഖ്യയായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്കി നമ്പറായിട്ടുള്ള 7-ാം നമ്പർ ജനിച്ച വ്യക്തികൾ, അതായത് 7, 16, 25 തീയതികളിൽ ജനിച്ച വ്യക്തികൾക്ക് 2026 ജോലി ഇല്ലാത്ത വ്യക്തികൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ ലാഭം ലഭിക്കുക, അതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ ബിസിനസ് ഒക്കെ പാർട്ട്നേഴ്സിനെ കിട്ടി പുതിയ ബിസിനസ്സൊക്കെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ ഇൻഫ്ലോ ഓഫ് മണി, പൈസ അവരുടെ കൈകളിലേക്ക് വന്നു ചേരുക. റിലേഷൻഷിപ്സിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുക. ആരെങ്കിലുമായിട്ട് പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും അവരുമൊക്കെ ആയിട്ട് രമ്യതയിൽ കോപ്പറേറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും 2026. അതുപോലെ മാര്യേജ് നടക്കാത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മാര്യേജ് നടക്കാനുള്ള സാധ്യതയും 2026 ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 4 എന്ന് പറയുന്ന സംഖ്യയും 7 എന്ന് പറയുന്ന സംഖ്യയും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പം തീർച്ചയായിട്ടും 4 എന്ന് പറയുന്നത് ശനിയോടൊപ്പമാണ് 4 എന്നുള്ള സംഖ്യ ചലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 7 എന്ന സംഖ്യ മാർസ് അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2026 സംബന്ധിച്ചിടത്തോളം സൂര്യനും മാർസും തമ്മിൽ വളരെ നല്ലൊരു റിലേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാർസിൻ്റെ എനർജിയാണ് കേതു എന്ന് പറയുന്ന 7 നമ്പറിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 7 എന്നുള്ള നമ്പറാണെങ്കിൽ ഒന്ന് ഡൊമിനേറ്റ് ചെയ്യാനും അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിനെ തരുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 7-ാം നമ്പറിൽ ജനിച്ച ഈ ലക്കി നമ്പറായിട്ട് വരുന്ന വ്യക്തികൾക്ക് പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം 7-ാം നമ്പറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അസ്ട്രോ ന്യൂമറോളജിക്ക്, അതായത് ഈ ന്യൂമറോളജിയെ തന്നെ അസ്ട്രോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ ഇപ്പോൾ രാഹുവിൻ്റെയോ വ്യാഴത്തിൻ്റെയോ അല്ലെങ്കിൽ ചൊവ്വയുടെയോ തന്നെ അന്തർദശയോ മഹാദശയോ നടക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ റിസൾട്ടുകളൊക്കെ പരിപൂർണമായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതായത് ജോലി കിട്ടുക, ബിസിനസ്സിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ പൈസ ധാരാളമായിട്ട് ലഭിക്കുക, നല്ല റിലേഷൻഷിപ്സ് വരിക, മാര്യേജിൽ നടക്കാത്തവർക്ക് മാര്യേജ് നടക്കുക, അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടുക. ഈ കാര്യങ്ങളൊക്കെ 100% ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സംഭവിക്കുക. അതായത് 7, 16, 25-ാം തീയതി ഇംഗ്ലീഷ് മാസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഇപ്പോൾ ജാതകപ്രകാരം അവരുടെ നാൾ വെച്ച് നോക്കുമ്പോൾ രാഹുവിൻ്റെയോ ജൂപ്പിറ്ററിൻ്റെയോ മാർസിൻ്റെയോ മഹാദശയോ അന്തർദശയോ നടക്കുകയാണെങ്കിൽ. അടുത്തായിട്ട് നമുക്ക് പറയുന്നത് നമ്പർ 8 ആണ്. നമ്പർ 8 എന്ന് പറയുമ്പോൾ ലക്കി നമ്പർ 8 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിൽ 8-ാം തീയതി ജനിച്ച ആൾക്കാർ, 17-ാം തീയതി ജനിച്ച ആൾക്കാർ, 26-ാം തീയതി ജനിച്ച ആൾക്കാരും, ഇവരാണ് നമ്മൾ ലക്കി നമ്പർ 8 പറയുന്നത്. 8 എന്ന ഈ ന്യൂമറോളജി പ്രകാരം പറയുമ്പോൾ 8-ാം നമ്പറുകാർക്കാണ് 2026 ഏറ്റവും മോശപ്പെട്ട ഒരു സമയം എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് 2026, ഞാൻ ഫ്രാങ്കായിട്ട് പറയുന്നു, നെഗറ്റീവ് പറയുമെന്ന് വിചാരിക്കരുത്, അത്ര ശോഭനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കത്തില്ല.
അവർക്ക് എന്താ പറയേണ്ടത്, ഈ 8ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്കെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഡീഗ്രേഡ് സംഭവിക്കുവാനോ സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന അത്രയും ലാഭമൊന്നും കിട്ടത്തില്ല. വളരെ കെയർഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുക. ഒരുപക്ഷെ ബിസിനസ് നഷ്ടത്തിലോട്ട് പോകാൻ ഉള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പ്രാർത്ഥനയോടുകൂടി വളരെ നല്ല എക്സ്പേർട്ടുള്ള ആൾക്കാരെയൊക്കെ കൂട്ടുകൾ ബിസിനസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മോറൽ സപ്പോർട്ട് കിട്ടുന്നതൊക്കെ കുറയുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ നല്ല ജീവിതത്തിൽ നല്ല ഉയർച്ചയും നല്ല ബഹുമതിയുമൊക്കെ ലഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പർ ഇംഗ്ലീഷ് മാസത്തിൽ 8ാം തീയതിയോ 17ാം തീയതി 26ാം തീയതി ജനിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ നെയിമും ഫെയിമും ഒക്കെ ആണെങ്കിൽ അല്പം ഒന്ന് പിന്നെ കുറഞ്ഞു വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് 8ാം നമ്പറുകാർ വളരെ കെയർഫുള്ളായിരിക്കണം. 2026 സംഖ്യ സൂര്യനാണ്. 1 1ഉം 8ഉം തമ്മിൽ ഏറ്റവും വലിയ എനിമീസാണ് 1ഉം 8ഉം എന്ന് പറയുന്നത്. സൂര്യനും പിന്നെ 8 പറയുന്നത് സാറ്റേൺ, ശനിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറിലുള്ളവർ മാത്രം 1 മുതൽ 9 വരെയുള്ള ലക്കി നമ്പർ പറയുന്നതിൽ 8ാം നമ്പറുകാർ മാത്രമാണ് 2026 കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കേണ്ട ആൾക്കാർ. ബാക്കിയുള്ള ആർക്കും തന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ 8ാം നമ്പർ ആയതുകൊണ്ട് സണ്ണിൻ്റെ എനർജി, എനിമി ആയിട്ടുള്ള സണ്ണിൻ്റെ എനർജി സാറ്റേണിലേക്ക് വരുമ്പോഴത്തേന് പോലീസ് കേസ്, വഴക്ക്, അപവാദം കേൾക്കുക, ഇതൊക്കെ തീർച്ചയായിട്ടും ഈ പിന്നെ 8ാം നമ്പറിൽ ജനിച്ച ആൾക്കാർക്ക് വരാനുള്ള സാധ്യത 2026 ഉണ്ട്. ഇനിയും ഇതിനെ ന്യൂമറോളജിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ നാളും നിങ്ങളുടെ ജനിച്ച പിന്നെ എന്താ പറയുക ജനിച്ച പിന്നെ സമയവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്കിപ്പോൾ ശുക്രദശയോ വ്യാഴത്തിൻ്റെ ദശയോ അല്ലെങ്കിൽ ചൊവ്വയുടെ ദശയോ മഹാദശയോ അന്തർദശയോ ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സമയം ആയിരിക്കും. അപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അതായത് ജോലി കിട്ടുന്നവർക്ക് ജോലി കിട്ടുക, ബിസിനസ്സിൽ ഏർപ്പെട്ടവർക്ക് ബിസിനസ് നല്ലതായിട്ട് നടക്കുക, അതുപോലെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മോറൽ സപ്പോർട്ട് ലഭിക്കുക, പിന്നെ പൈസ വന്നു ചേരുക, അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും അവർക്കുണ്ടാകും. അതായത് ശരിക്കും നാളും ജനിച്ച രീതിയൊക്കെ അറിയാവുന്ന വ്യക്തികൾക്കും ജാതകപ്രകാരം ശുക്രൻ്റെയോ വ്യാഴത്തിൻ്റെയോ ചൊവ്വയുടെയോ ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ലക്കി നമ്പർ 9 ആണ്. ലക്കി നമ്പർ 9 എന്ന് പറയുമ്പോൾ 9ാം തീയതി ജനിച്ച ആൾക്കാർ, 18ാം തീയതി ജനിച്ച ആൾക്കാർ, 27ാം തീയതി ജനിച്ച ആൾക്കാർ, ഇവരുടെയൊക്കെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 1ഉം 9ഉം തമ്മിൽ വളരെ നല്ലൊരു കണക്ഷനാണ് ഉള്ളത്. 1ഉം 9ഉം തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് സൂര്യനും മാർസും തമ്മിൽ. അതുകൊണ്ട് തന്നെ സൂര്യൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാർസ് എക്സ്പാൻഡ് ആകുകയും അത് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഈ 9ാം തീയതിയും 18ാം തീയതി 27ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ 9ാം തീയതി ജനിച്ച വ്യക്തി അല്ലെങ്കിൽ ലക്കി നമ്പർ 9 വരുന്ന വ്യക്തികൾക്ക് 2026 അവർക്ക് വളരെ വലിയ സാലറിയുള്ള ജോലി ലഭിക്കുക, ജോലി ഓൾറെഡി ഉള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുക, അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല ഉയർച്ചയും അതുപോലെ ധാരാളം ലാഭവും നേടുവാൻ സാധിക്കുക, അത് ഇൻഫ്ലോ ഓഫ് മണി ആൻഡ് വെൽത്ത് അത് ഉറപ്പായിട്ടും സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ അധികാരമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ തീർച്ചയായിട്ടും അവരിലേക്ക് അധികാരം വീണ്ടും വന്നു ചേരുക. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ലവ് അഫെയർ, മാര്യേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുക. അതുപോലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്സ് ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ ഈ 9ാം നമ്പറിൽ ജനിച്ചത് പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2026. കാരണം ഞാൻ ആദ്യം തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു 2026 എന്നുള്ള നമ്പറിനെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 1 സൂര്യനെയാണ് കിട്ടുന്നത്. സൂര്യൻ എന്ന് വെച്ചാൽ പിന്നെ എല്ലാത്തിൻ്റെയും പിന്നെ പോസിറ്റീവായിട്ടൊരു എനർജിയെ കൊടുക്കുന്നതാണ് സൂര്യൻ എന്ന് പറയുന്ന പ്ലാനറ്റ്. അതുകൊണ്ട് തന്നെ അത് പുരുഷ മേധാവിത്വത്തെയാണ് കാണിക്കുന്നത്. ആ 1 എന്നുള്ളതിന് 9 മാർസിനുമായിട്ട് നല്ല കണക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും 9ാം തീയതി അല്ലെങ്കിൽ 18ാം തീയതി 27ാം തീയതി ഈ തീയതികളിലൊക്കെ ജനിച്ച പുരുഷന്മാരെ തീർച്ചയായിട്ടും സ്ത്രീകൾ ബഹുമാനിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ ശത്രുക്കളായിട്ടിരുന്ന ആൾക്കാർ നമ്മുടെ മിത്രങ്ങളായിട്ട് തിരിച്ചു വരിക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നും, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളിൽ നിന്നും ഒരു മെൻ്റൽ സപ്പോർട്ട് അവർക്ക് ലഭിക്കുക.
ഇതൊക്കെയാണ് 2026 9ാം ലക്കി നമ്പർ 9 വരുന്ന ആൾക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഈ 9ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് ന്യൂമറോളജിക്കലി പറയുമ്പോൾ, അതിനെ അസ്ട്രോളജിയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ, ഈ 9, 18, 27 തീയതി ജനിച്ച വ്യക്തികൾക്ക് ജാതകപ്രകാരം ഇപ്പം ചന്ദ്രദശയോ പിന്നെ വ്യാഴത്തിൻ്റെ പീരീഡോ അല്ലെങ്കിൽ ചൊവ്വയുടെ പീരീഡോ അതുപോലെ ശനിയുടെ പീരീഡോ മഹാദശയോ അന്തർദശയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണാനുഭവങ്ങളും ഒരുപാട് കൂടിയിരിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം ഇതാണ് 2026 ലക്കി നമ്പർ പ്രകാരം, ന്യൂമറോളജി പ്രകാരം 7, 8, 9 തീയതികളിൽ ജനിച്ചവരുടെ ഫലവും അതുപോലെ തന്നെ ന്യൂമറോളജിയെ അസ്ട്രോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ ഉള്ള ഫലങ്ങളും ഇതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.